ഡൊണാൾഡ് ട്രംപിന്റെ മുൻകൈയിൽ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ പ്രാബല്യത്തിലാക്കാൻ നീക്കം. പ്രസിഡന്റുമാരായ ബൈഡനും ട്രംപും മുൻകൈയെടുത്ത ഈ കരാർ പാകിസ്ഥാനുമായുള്ള സൗദിയുടെ മുൻ ആണവ ബന്ധത്തിന്റെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സുതാര്യത ഉറപ്പാക്കുമെങ്കിലും അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ആംസ് കൺട്രോൾ അസോസിയേഷൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുപോലെ ശ്രമിച്ച ആണവ കരാറാണ് ഇപ്പോൾ സാധ്യമാകാൻ പോകുന്നത്. ഇസ്രായേൽ ഹമാസിനെ ലക്ഷ്യം വെച്ച ഖത്തറിൽ നടത്തിയ ആക്രമണത്തിനു ശേഷം സൗദി പാകിസ്ഥാനുമായി ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നു. സൗദിക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ തങ്ങളുടെ ആണവായുധങ്ങളെല്ലാം വിട്ടുനൽകുമെന്നായിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാനുമായുള്ള കരാറിന്റെ തുടർച്ചയായാണ് അമേരിക്കയുമായുള്ള പുതിയ ആണവ കരാർ. അതേസമയം ആണവ സഹകരണ കരാറിനെതിരെ വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ചുള്ള ആംസ് കൺട്രോൾ അസോസിയേഷൻ രംഗത്തെത്തുകയും ചെയ്തു. ആണവായുധ വ്യാപനം നിയന്ത്രിക്കുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ആണവ കരാർ സഹായിക്കുമെങ്കിലും അതിൽ വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നിരായുധീകരണ സംഘം ഡയറക്ടർ കിർസിയ ടവൻപോർട്ട് പറഞ്ഞു. ലോകരാജ്യങ്ങളുമായി 20ഓളം ആണവ കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കരാറെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സഹകരണം അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് എന്ന് കരാറിൽ പറയുന്നു. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ പിന്മാറണമെന്ന് ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിനും അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും പാലിച്ച് ഇറാൻ കരാറിലെത്തണമെന്നും അല്ലെങ്കിൽ വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ഭീഷണികളെ അപലപിക്കാൻ ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ UN സുരക്ഷാ കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. ഈ കരാർ ഒരിക്കൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതികവിദ്യ കൈക്കലാക്കാനുള്ള വഴി തുറക്കുമെന്നും വാഷിംഗ്ടൺ ആസ്ഥാനമായ ആംസ് കൺട്രോൾ അസോസിയേഷന്റെ ആണവ നിരായുധീകരണ നയ ഡയറക്ടർ കെൽസി ഡേവൻപോർട്ട് അഭിപ്രായപ്പെട്ടു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും സൗദിക്ക് കരാർ പ്രകാരം സമ്പുഷ്ടീകരണ ശേഷി ലഭ്യമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇറാനുമായുള്ള ആണവ പ്രതിസന്ധി രൂക്ഷമായ യുദ്ധഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് കരാർ പുരോഗമിക്കുന്നത്. ഈ കരാറിനെക്കുറിച്ച് മധ്യേഷ്യയിലെ ഏക ആണവശക്തി എന്ന അവകാശവുമായി നിൽക്കുന്ന ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. കരാർ സംബന്ധിച്ച വാർത്താ ഏജൻസികളുടെ ചോദ്യങ്ങൾക്ക് സൗദി അറേബ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൗദിയുടെ അയൽ രാജ്യമായ UAE അമേരിക്കയുമായുള്ള 123 കരാറിൽ ഏർപ്പെട്ടത് യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കിക്കൊണ്ടായിരുന്നു. ദക്ഷിണ കൊറിയൻ സഹായത്തോടെ സിവിൽ ആവശ്യങ്ങൾക്കുള്ള നിലയമെന്ന നിലയ്ക്കാണ് ഇത് സാധ്യമാക്കിയത്. ആണവ വ്യാപന നിരോധന വിദഗ്ധർ ഇതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന പേരിലാണ് ഉദ്ധരിക്കാറ്. എന്നാൽ ഈ മാതൃക പിന്തുടരുന്നതല്ല സൗദിയുമായുള്ള വ്യാപാര കരാർ എന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയുമായി അമേരിക്ക ഒരു സിവിൽ ആണവ കരാർ ആസൂത്രണം ചെയ്യുന്നതായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയെക്കുറിച്ച് US കോൺഗ്രസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആണവായുധങ്ങൾ തടയുന്നതിന് സാധാരണയായി ഉൾപ്പെടുത്താറുള്ള സുരക്ഷാ ഉപാധികൾ അതിൽ ബോധ്യപ്പെടുത്തിയതായി വ്യക്തതയില്ല. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഖത്തറിൽ പ്രവേശിച്ച് ഹമാസ് നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി പരസ്പര പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു. ആവശ്യം വന്നാൽ തങ്ങളുടെ ആണവശേഷി സൗദിക്ക് ലഭ്യമാക്കുമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അന്ന് പ്രഖ്യാപിച്ചു. ഇറാൻ ആണവ ബോംബ് നേടിയാൽ ഞങ്ങൾക്കും ഒന്നുണ്ടാകണമെന്ന് സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരസ്യ പ്രഖ്യാപനം നടത്തി. യുറേനിയം സമ്പുഷ്ടീകരണവും വിൽപ്പനയും ആരംഭിക്കാൻ സൗദി അറേബ്യ പദ്ധതിയിടുന്നതായി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാൻ അൽ സൗദ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ടെഹ്റാനിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അറബ് ലോകത്തിലെ ആദ്യത്തെ മൾട്ടി യൂണിറ്റ് ഓപ്പറേറ്റിംഗ് ആണവോർജ്ജ പ്ലാന്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുറേനിയം സമ്പുഷ്ടമാകില്ലെന്നും ഉപയോഗിച്ച ഇന്ധനം വീണ്ടും സംസ്കരിക്കില്ലെന്നും UAE പ്രതിജ്ഞയെടുത്തിരുന്നു. ആണവ സാങ്കേതിക വിദ്യ കൈമാറുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യം മാറാൻ പോകുകയാണ്. അമേരിക്ക നൽകുന്ന പിന്തുണ സൗദിയുടെ പ്രാദേശിക ശക്തി വർദ്ധിപ്പിക്കും. എന്നാൽ ആഗോള ആണവ വ്യാപന നിരോധന ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ട്രംപ് ഭരണകൂടത്തിനുമുണ്ട്. ഈ കരാർ മേഖലയുടെ വികസനത്തിനാണോ അതോ തർക്കത്തിനാണോ വഴിവെക്കുക എന്ന് കണ്ടുതന്നെയാണ് അറിയേണ്ടത്. എന്തായാലും ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇറാനും ഇസ്രയേലും മുൾമുനയിലാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.